തിരുവനന്തപുരം കണ്ണാതുറയിൽ നിന്നാണ് സനിസ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കടലാക്രമണം രൂക്ഷമാണ്. വീടുകൾ തകർച്ചയുടെ ഭീഷണിയിലാണ് നിൽക്കുന്നത്. ജനങ്ങൾ അതിരൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇടുക്കിയിൽ നിന്ന് ആഷിക്ക് കൂടി ചേരുകയാണ്. ആഷിക്ക്, അവിടെ ഒരു മരം വീണ് കുഞ്ഞിന് പരിക്കേറ്റതായ വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പല ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇടുക്കിയിലെ മഴയുടെ വിവരങ്ങൾ? ഇടുക്കിയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രിയിലടക്കം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിലടക്കം ശക്തമായ മഴ അനുഭവപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇടുക്കി ചെമ്മണ്ണാറിൽ രാവിലെ ഏതാണ്ട് അഞ്ചു മണിയോട് കൂടി മരം വീട്ടിലേക്ക് മറിഞ്ഞു വീണ്, ഒരു കവുങ്ങ് വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന 3 വയസ്സുകാരന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. വീടിന്റെ മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന ആസ്പെറ്റർ ഷീറ്റ് പൊട്ടി തലയിലേക്ക് വീഴുകയായിരുന്നു. തലയിൽ പരിക്കേൽക്കുകയും ദീർഘനേരം രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഈ കുട്ടിയെ ചെമ്മണ്ണാർ ആറ്റിപ്ലാക്കൽ സനീഷിന്റെ മകൻ ക്രിസ്റ്റിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ തരത്തിൽ മരം വീണുകൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായ റിപ്പോർട്ട് വരുന്നുണ്ട്. ചിന്നക്കനാൽ ബീൽറാമിൽ ശക്തമായ കാറ്റിൽ വൈദ്യുത ബന്ധം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതാണ്ട് 10ഓളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണ ഇടമുണ്ടായിരുന്നു. കൂടാതെ രാമക്കൽമേട്ടിൽ ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണ് തൊഴുത്ത് നശിച്ചതായി, വീടിനോട് ചേർന്ന് പണിതിരുന്ന തൊഴുത്ത് നശിച്ചതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ വെള്ളയാംകുടി മുസ്ലിം പള്ളി ഭാഗത്ത് താമസിക്കുന്ന ലിസിയുടെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നതായി റിപ്പോർട്ടുണ്ട്. തൊടുപുഴ മലങ്കര ഡാമിലെ 4 ഷട്ടറുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുപുഴ ആറിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ തൊടുപുഴ ആറിന് സമീപത്തുള്ളവരോട് ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നിലവിൽ ഉണ്ട്. എന്നാൽ അധികം ഡാമുകൾ തുറക്കുന്ന സാഹചര്യമില്ല. ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ പല ഡാമുകളും കൂടുതൽ തുറക്കേണ്ടതായി വരും എന്ന അറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. കനത്ത ജാഗ്രതയിലാണ് ജില്ലയിൽ ഉടനീളമുള്ള ജനങ്ങൾ. പലയിടങ്ങളിലും മഴയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഫുദ്ദീൻ, അഷിക, ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളുടെ അവസ്ഥ എന്താണ്? സാധാരണ മഴ കനക്കുമ്പോൾ ഈ ഡാമുകളുടെ അവസ്ഥയാണല്ലോ എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്നത്. നിലവിൽ ജില്ലയിൽ പ്രധാനപ്പെട്ട ഡാമുകൾ സൈഫുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടുക്കി ഡാമും മുല്ലപ്പെരിയാർ ഡാമും. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയർന്നിട്ടില്ല. ജലനിരപ്പ് സാധാരണ മഴക്കാലങ്ങളെക്കാൾ കൂടുതലാണ് ഇടുക്കി ഡാമിൽ. എങ്കിൽ അത്തരത്തിൽ അപകടകരമായ ഏതെങ്കിലും തരത്തിലോട്ട് ഉയർന്നിട്ടില്ല. വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ജലനിരപ്പ് ഭാഗികമായി ഉയർന്നു വരുന്നതായി വൈദ്യുതി വകുപ്പ് അടക്കം ഇക്കാര്യങ്ങളിൽ അറിയിക്കുന്നുണ്ട്. പക്ഷേ അപകടകരമായ നിലയിലല്ല ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഏതാണ്ട് 130 അടിയോളം അടുക്കുകയാണ്. ഇന്ന് രാവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് 129.5 അടിയോളം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു. 142 അടി വരെയാണ് സുപ്രീം കോടതി അനുവദിച്ച ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ. പക്ഷേ 132 അടി എന്നുള്ളതാണ് കേരളം അതുമായി ബന്ധപ്പെട്ട് അവകാശപ്പെടുന്ന വാദം. ഏതായാലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. മുല്ലപ്പെരിയാറിൽ നിന്നടക്കം തമിഴ്നാട് ജലം കൊണ്ടുപോകുന്നത് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നത്. ഇടുക്കിയിലെ മഴയുടെ തീവ്രതയാണ് ആഷിക വിവരങ്ങളായി പറഞ്ഞത്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ദൃശ്യ നൽകും. ദൃശ്യ, കോഴിക്കോട് എന്താണ് മഴയുടെ അവസ്ഥ? അവധി പ്രഖ്യാപനം ഉണ്ടല്ലോ, റെഡ് അലേർട്ടും തുടരുകയാണ്. എന്താണ് നിലവിലെ അവസ്ഥ? ദൃശ്യ, സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്, മറ്റു ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.